സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നമ്മളെ എല്ലാ തിരുവോണൂട്ടിനും ഇപ്പോൾ ഇവിടെ വച്ചിട്ട് ആ കഥാമൃതത്തിൻ്റെ ഒരു ഭാഗം പാരായണം ചെയ്യാറുണ്ട്. ഇന്ന് സമയം വളരെ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു, 11:30 ആയില്ലേ. എങ്കിലും നമുക്ക് കുറച്ച് ഭാഗമെങ്കിലും പാരായണം ചെയ്ത് ഇവിടെ കുറച്ച് ഭാഗമെങ്കിലും സമർപ്പിക്കാം. പാരായണം ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ആ ഭഗവാൻ പാരായണം ചെയ്ത ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആ ഒരു ലൈവിൽ ഞാൻ ഗുരുവായൂർ പോവും, ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുല്ലോറിൽ ഇതേവർ വരെ നിശ്ചയിക്കേണ്ടത് ഈ അല്ല ഞാനാണെന്ന്. അത്രയും 2 ദിവസം മുമ്പ് അത്രയും വയ്യാണ്ടിരിക്കുകയായിരുന്നു. ഇടതുഭാഗം മുഴുവനും പെയിനായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റണ്ടില്ല, അത്രയും വേദനയായിരുന്നു. അവസാനം ഞാൻ വരണില്ല എന്ന് വിളിച്ച് പറഞ്ഞു. ഇന്നലെ ആശുപത്രിയിലൊക്കെ പോയി ഒക്കെ വന്ന്. അപ്പം ഇന്ന് ഇവിടെ ഇരിക്കണം, ഇത് മുടക്കണ്ടെന്നാണ്. ഇത് വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇത്ര നല്ലൊരു സത്സംഗത്തിൽ പങ്കെടുക്കാനൊന്നും എനിക്ക് സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഭഗവാന്റെ ആ തേവരുടെ കാരുണ്യമാണ്. അപ്പോൾ അതിൽ ഓരോ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ പറഞ്ഞത്, ഭഗവാൻ ആ മധുരാ വീതിയിലൂടെ നടന്നിങ്ങനെ പോവുകയാണ്. കാഴ്ചകൾ കാണാൻ ഞാനിവിടെ ഒന്ന് കണ്ടിട്ട് വരാം അച്ഛ എന്ന് പറഞ്ഞ അച്ഛനോട് അനുവാദം വാങ്ങി കുട്ടികളെല്ലാവരും കൂടി മധുരയിലൂടെ ഇങ്ങനെ നടന്ന് പോണു. ഓരോരോ രംഗങ്ങൾ കാണണു. അങ്ങനെ വേഗം ഓരോ ദിക്കിലും പോണു. ഒരു തുണിക്കടക്കാരൻ്റെ അടുത്ത് ചെല്ലണു. ആദ്യം രചകനെ കാണും. അപ്പോൾ രചകൻ തുണി കൊടുക്കില്ല. ആ രചകൻ ആ തുണി കൊടുക്കാണ്ടായി കഴിഞ്ഞപ്പോൾ ഭഗവാൻ അത് ആ ബുദ്ധി എന്തുകൊണ്ടാണ് കൊടുക്കാഞ്ഞ? അഹങ്കാരം കൊണ്ടാണ്. എന്താ അഹങ്കാരം കൊണ്ട് ഉയർത്തിപ്പിടിച്ച തല തന്നെ അങ്ങോട്ട് മാറ്റി മോക്ഷം കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തുന്നൽക്കാരൻ്റെ അടുത്ത് ചെന്നു. തുന്നൽക്കാരൻ വസ്ത്രങ്ങളൊക്കെ തയ്പ്പിച്ച് കൊടുത്തു. അത് കഴിഞ്ഞു മാലാകാരൻ, മാല ഉണ്ടാക്കണ ആൾ, അതിമനോഹരമായിട്ട് പൂക്കളെ കൊണ്ട് മാല കെട്ടണ ആളുടെ അടുത്ത് ചെന്നു. ധാരാളമായിട്ട് കെട്ടിയേക്കണ മാലകൾ, അതിമനോഹരമായി കെട്ടിയ മാലയൊക്കെ സ്വീകരിച്ചു. അങ്ങനെ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. നമ്മളോട് ആരെങ്കിലും ഭഗവാൻ ഇപ്പോൾ മുല്ലോർലി തേവര് നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ സന്തോഷിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് ചോദിക്കണം എന്ത് വരാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ലിസ്റ്റ് എത്ര എഴുതിയാലും മതിയാവില്ല. ഭഗവാൻ ലിസ്റ്റ് എഴുതാടുക്കണ നേരം കൊണ്ട് നിന്ന് ക്ഷീണിക്കും. അത്രയും കാര്യങ്ങളുണ്ടാവും നമുക്ക് ഭഗവാനോട് ചോദിക്കാൻ. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചത്? ഭഗവാനോട് ചോദിച്ചത് ഭഗവത് ചരണാംബോജ ഭക്തി, ഭക്തന്മാരോടുള്ള മൈത്രി, ഭൂതകാരുണ്യം. ഭഗവാനെ അവിടുത്തെ പാദത്തിൽ ഭക്തി ഉണ്ടാക്കിത്തരണേ, അതിലും വേറെ ഒന്നും വേണ്ട. ആ ഭക്തി ഉണ്ടാവാനായിട്ട് ഭക്തവൃന്ദങ്ങളുമായിട്ടുള്ളൊരു മൈത്രി ഉണ്ടാവണം. ഭക്തന്മാരോട് മാത്രം കൂട്ടുകൂടുക അങ്ങനെ ഉണ്ടാവണം. മാത്രമല്ല സർവഭൂത ദയ അതുണ്ടാവണേ, കാരുണ്യം മനസ്സിലുണ്ടാവണം. ഇത് മാത്രം എനിക്ക് മതി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ആയാൽ മറ്റുള്ളവർക്ക് ഭഗവാനെ ആശ്രയിച്ചു, ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ എന്താണെന്ന് വിചാരിച്ചാൽ കുറേ പേര് ഇതുപോലെ ആഗ്രഹിക്കണവരുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അവർക്കും കൂടിയും ഒരു ഗുണപാഠം ആവട്ടെ എന്നിട്ട് ഭഗവാൻ ആയുസ്സും ബലവും പേരും സമ്പത്തും വംശബുദ്ധിയും സൗന്ദര്യവും ഒക്കെ നൽകി അനുഗ്രഹിച്ചു എന്നുള്ള ഭാഗം വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ബാക്കി ഭാഗങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. വീണ്ടും ആ രാജമാർഗത്തിൽ എഴുന്നള്ളിയ മാധവൻ കണ്ടാൻ കുറിക്കൂട്ടുമെടുത്തൊരേതോ ചന്ദ്രനേർമുഖി വരുന്നതായി തരുണിമാല അണിമാലികയെങ്കിലും ദേഹത്തിനു 3 വളവാർന്നവൾ. ചോദിച്ചു കേശവൻ എല്ലാവരെയും രസിപ്പിക്കാൻ പേരെന്താണ് അതിസുന്ദരി? എങ്ങോട്ടു പോകുകയാണാർക്കാണിതെന്നു മുര ചെയ്യുക നീ? ഞങ്ങൾക്കിതേകുകിൽ നിനക്കുടൻ തന്നെ വരും ഗുണം. സൈരന്ധ്രി ഓതിനാളിന്നു കുറിക്കൂട്ടു ചമപ്പതിൽ
കംസന്നേറ്റം പ്രിയപ്പെട്ട ദാസി ഞാൻ അതിസുന്ദര, വിളിപ്പതേവരും കൂനിയെന്നാണെന്നെ മനോഹര. അങ്ങനെ വീണ്ടും ആ തെരുവീതിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പണ്ട് അത്രയും മനസ്സിന് ഹൃദയഹാരിയായിട്ടുള്ള സുഗന്ധം വരണു. എവിടുന്നായി സുഗന്ധം വരണേ എന്ന് വിചാരിച്ച് നോക്കുമ്പോണ്ട് അതാ 3 വളവോട് കൂടിയിട്ടൊരു സ്ത്രീ. ആ തല ഇങ്ങനെ നിർത്താൻ പറ്റില്ല, കുഞ്ഞിക്ക് നടക്കുമ്പോഴേ തല വരെ താഴത്തേക്കാണ്, മുഖം ഉയർത്തിയിട്ട് വേണം ഒരാളെ നോക്കണമെങ്കിൽ. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവൾ നടക്കുന്നത്. ഒരു യുവതിയാണ്, 3 വളവുകളുണ്ട് അവൾക്ക് നടക്കുക. അപ്പോൾ അവളുടെ അടുത്തുനിന്നാണ് ഈ സുഗന്ധം വരണത് എന്ന് മനസ്സിലായി. അപ്പോൾ അതാ നടന്നു പോണു. അപ്പോൾ ഭഗവാൻ വിളിച്ചു, ഹേ സുന്ദരി എന്ന് വിളിച്ചു അവളെ നോക്കിയിട്ട്. അപ്പോൾ അവിടെ ധാരാളം പേരുണ്ട് തെരുവീതിയിൽ. ആ തെരുവീതിയിൽ ഇരിക്കുന്നവരൊക്കെ എന്ത് വിചാരിച്ചു? ഇവളെ പരിഹസിച്ച് വിളിക്കുകയാണെന്ന്. നമുക്ക് അങ്ങനെയൊക്കെയാണല്ലോ ശീലം. ഭഗവാൻ എന്തുകൊണ്ടാണ് അവളെ സുന്ദരി എന്ന് വിളിച്ചതെന്ന് വെച്ചാൽ അവളുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം ഭഗവാന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ശരിക്കും അവളെ സുന്ദരി എന്ന് വിളിച്ചതാണ്. പക്ഷേ നമ്മൾ ഉള്ളു കാണില്ല, പുറമേ ഉള്ളതേ കാണുള്ളൂ. പുറമേ ഉള്ളത് കണ്ട് നമ്മൾക്ക് അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരെയും വിലയിരുത്തുക. പുറം കണ്ടിട്ടാണ് പലരെയും വിലയിരുത്തുക. അവരുടെയൊക്കെ ഉള്ളെന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ വിലയിരുത്തണം നമ്മളെ ആ പുറമോടി കൊണ്ട് പറ്റിക്കാനായിട്ടും നമ്മളെ വഞ്ചിക്കാനായിട്ടും ധാരാളം പേര് അതിനും കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ എന്തേ കണ്ടത്? അവളുടെ ഉള്ളിലെ ആ സൗന്ദര്യം മുഴുവനും കണ്ടിട്ട് ഭഗവാൻ വിളിച്ചു, ഹേ സുന്ദരി, ഒന്നവിടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും പരിഹസിച്ച് ചിരിച്ചു. പക്ഷേ ഭഗവാന്റെ ആ സ്വരം കേട്ടപ്പോൾ വല്ലാത്തൊരാകർഷണീയതയാണ് ഭഗവാന്റെ. അങ്ങനെയാണല്ലോ എല്ലാത്തിനും, ഭഗവാന്റെ എല്ലാ കാര്യങ്ങൾക്കും ആകർഷണീയതയാണ്. ഭഗവാന്റെ പ്രവൃത്തിക്കും, ഭഗവാന്റെ രൂപത്തിനും, ഭഗവാന്റെ ശബ്ദത്തിനും, ഭഗവാന്റെ നോട്ടത്തിനും ഒക്കെ അത്യന്ത ആകർഷണീയതയാണ്. അതുകൊണ്ടാണല്ലോ കൃഷ്ണ എന്ന് വിളിച്ചത്. അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ആ ശബ്ദത്തിൻ്റെ ആകർഷണീയത എപ്പോഴൊക്കെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ശബ്ദം കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കേൾക്കാൻ കൊതിച്ച് കാത്തിരുന്ന ശബ്ദമല്ലേ കേൾക്കണത് എന്ന് വിചാരിച്ച് പതുക്കെ തിരിഞ്ഞിട്ട് നിന്ന്, അങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് തല ഉയർത്തി ഇങ്ങനെ നോക്കിയപ്പോൾ അതാ തന്നെ നോക്കിക്കൊണ്ട് 2 യുവകോമളന്മാർ. അതിലൊരാളിതാ താൻ എന്നെന്നും മനസ്സിൽ കാണാൻ കൊതിച്ച് കാത്തിരിക്കുന്ന ശ്യാമവർണ്ണനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ. വിശ്വസിക്കാൻ പറ്റിയില്ല, ആ കോനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു കാഴ്ച കാണണത് എൻ്റെ ഭ്രമാണോ? കാരണം എപ്പോഴും അവളുടെ ഉള്ളിൽ ശ്രീകൃഷ്ണനാണ്. ഈ ശ്രീകൃഷ്ണനെ പറ്റിയിട്ട് എങ്ങനെയാണ് അറിയണേ? ഈ ശ്രീകൃഷ്ണനെ പറ്റി അറിയണത് ഗോപികമാർ പറഞ്ഞിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മധുരയിലുള്ളവരൊക്കെ ശ്രീകൃഷ്ണനെ പറ്റി അറിഞ്ഞത് പാലും വെണ്ണയും തൈരൊക്കെ വിൽക്കാൻ വന്ന ഗോപികമാർ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ആ ഗോപികമാർ പറഞ്ഞ് കൊതിച്ച് അങ്ങനെയാണ് ഇവൾ കൃഷ്ണനെ അറിയണത്. ആ കൃഷ്ണനെ അറിയുമ്പോൾ അന്ന് തൊട്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട പ്രാണനാഥനായിട്ട് ആ ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ ഹൃദയേശ്വരനായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ആ ഭഗവാനോട് അവൾ കൊഞ്ചിക്കൊഴയാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയോ ഭഗവാന്റെ ആ തിരിച്ചുള്ള മറുപടി അവൾക്ക് കേൾക്കും, ആ ഉള്ളിൻ്റെ ഉള്ളിൽ. അങ്ങനെ കേൾക്കുമ്പോൾ അതേ ശബ്ദം ഇന്നിതാ പുറമേ നിന്ന് ബാഹ്യമായിട്ട് കാതുകളിൽ നിന്ന് കേൾക്കണു. തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ മനസ്സിൽ കണ്ട്, എങ്ങനെയാണോ ഗോപികമാർ വർണ്ണിച്ചത് ആ വർണ്ണിച്ച രൂപത്തെ സ്വയം മനസ്സിൽ സങ്കല്പിച്ചു. ആ സങ്കല്പിച്ച് കണ്ട അതേ ശ്യാമസുന്ദര രൂപം അവൾ എല്ലാം മറന്നു വിളിച്ചു, ശ്യാമസുന്ദര എന്ന് വിളിച്ചു. ആ ഒരു വിളി അത്രയും ആ പ്രേമം നിറഞ്ഞൊരു വിളിയായിരുന്നു. അപ്പോൾ എല്ലാവരും അവളെ പരിഹസിച്ച് ചിരിച്ചപ്പോൾ ആ രാമകൃഷ്ണന്മാർ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താ നിൻ്റെ പേര്? അപ്പോൾ ഞാൻ സൈരന്ധ്രി എന്നാണ് എൻ്റെ. അത്
സൈരന്ധ്രി എന്ന് വെച്ചാൽ പേരല്ല, ഞാനൊരു സൈരന്ധ്രിയാണ്, പേരാണെന്ന് തോന്നണില്ല. ആ ചെയ്യുന്ന ആ കുറിക്കൂട്ടുണ്ടാക്കുന്ന ആ ഒരു കുലത്തിൻ്റെ ആ ഒരു പേരാണോ നിശ്ചയമില്ല. അതോ ഇനി സൈരന്ധ്രി എന്നാണോ പേര്, അത് വ്യക്തമായിട്ട് നിശ്ചയമില്ല. പക്ഷേ എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല അത്ര കൃത്യമായിട്ട്. ഞാൻ ഓർമ്മ വച്ച നാൾ മുതൽ എല്ലാവരും എന്നെ എന്താ വിളിക്കണേ, കൂനിന്നാണ് വിളിക്കണേ. അതുകൊണ്ട് എൻ്റെ പേര് എനിക്ക് എന്നെ കൂനിന്ന് വിളിച്ചാലേ എന്നെ വിളിക്കണേന്ന് എനിക്ക് അറിയുള്ളൂ. ബാക്കി എനിക്ക് അറിയില്ല, എൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. എനിക്ക് ജോലി കംസന് കുറിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കലാണ് എനിക്ക് ജോലി. കുറിക്കൂട്ടെന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ശരീരത്തിൽ മുഴുവനും പുരട്ടാനുള്ള സുഗന്ധലേപനാണ്. അങ്ങനെയാണ് രാജാക്കന്മാർ അവരൊക്കെ ശരീരം മുഴുവനും സുഗന്ധലേപങ്ങൾ, പലതരത്തിലുള്ള ഇങ്ങനെ ചന്ദനങ്ങളുടെ പല മിശ്രിതങ്ങൾ, സുഗന്ധത്തിൻ്റെ കസ്തൂരിയുടെയൊക്കെ മിശ്രിതങ്ങൾ കൂട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. അതൊക്കെ ശരീരത്തിൽ പരട്ടിയിട്ട സുഗന്ധം. നമ്മളും ഉപയോഗിക്കാറുണ്ട് സുഗന്ധം. കുളിക്കാണ്ടൊക്കെ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒരു കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് കുളിക്കുമ്പോൾ ആ വേർപ്പമണം അറിയാണ്ടിരിക്കാൻ ഇത് കുറേ അങ്ങോട്ട് ഒരു സ്പ്രേ അല്ലേ അത് അടിക്കും. അതടിച്ചാൽ വിയർപ്പിൻ്റെ ഇതിൻ്റെയും കൂടി മണം കൊണ്ട്, അതാണ് ബസ്സിലൊക്കെ കയറുമ്പോൾ അധികം ആൾക്കാർക്ക് ഈ ഛർദിയൊക്കെ വരണതേ, വല്ലാത്തൊരു മണമാണ് അതിനൊക്കെ. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് ആ കുറിക്കൂട്ടുണ്ടാക്കണ ഈ സൈരന്ധ്രിയാണ് പറയണു. കംസന്നേറ്റം പ്രിയപ്പെട്ട ദാസി ഞാൻ അതിസുന്ദര, വിളിപ്പതേവരും കൂനിയെന്നാണെന്നെ മനോഹര. ഇന്നോളവും ഒരാൾ പോലും അലിവാർന്നെന്നെ ഈ വിധം വിളിച്ചിട്ടില്ല വിശ്വൈകമോഹനാംഗ മഹാപ്രഭോ. എന്നെ ഒരാളും സുന്ദരീന്ന് വിളിക്കൽ പോട്ടെ, സുന്ദരീന്ന് വിളിച്ചിട്ടില്ല എന്നത് പോട്ടെ, ഇത്ര സ്നേഹത്തോടു കൂടിയിട്ട് ഒരാളും ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. അങ്ങയുടെ സ്നേഹം ഞാൻ തൊട്ടറിഞ്ഞു. ഈ സർവപ്രപഞ്ചത്തിനെയും മോഹിപ്പിക്കുന്ന വിശ്വൈക മോഹനനായിട്ട് അവിടുന്ന് എന്നെ സുന്ദരീന്ന് വിളിച്ചപ്പോൾ അങ്ങയുടെ മനസ്സിൻ്റെ ഒരു വിശാലത, ആ മനസ്സിലെ ആ ഒരു സർവഭൂത ദയ, ആ കാരുണ്യം, ആ വാത്സല്യം, ആ പരമപ്രേമം, എല്ലാ ഭൂതജാലങ്ങളോടുള്ള ഒരുപോലെയുള്ള സ്നേഹം, അത് ഞാൻ തൊട്ടറിഞ്ഞു മാധവ എന്ന് പറയണു. നിങ്ങളെ പോലിതർഹിക്കുന്നോരെ കണ്ടില്ല മന്നിൽ ഞാൻ, രസികത്വം സൗകുമാര്യം സൗന്ദര്യം മുതലായവ കണ്ടു മോഹിച്ചു കായാമ്പൂവളിവർണ്ണൻ്റെ മുമ്പിലായി പാത്രമം മട്ടിലേ വച്ചു നിന്നാളാമടവർമണി. അപ്പോൾ കണ്ണൻ ചോദിച്ചു, ഇതെന്താ കുറിക്കൂട്ട്, ഇതെന്തിനാ? ഇത് സുഗന്ധദ്രവ്യങ്ങളാണ്, ശരീരത്തിൽ പുരട്ടാനാണ്, ഞങ്ങൾക്കും തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണനോട് പറയുകയാണ്, നിങ്ങളെപ്പോലെ ഇത് ശരീരത്തിൽ പുരട്ടാൻ, ഈ സുഗന്ധം നിങ്ങളുടെ ശരീരത്തിനാണ് യോജിപ്പ്. അങ്ങനെയുള്ള നിങ്ങളെ അല്ലാണ്ട് വേറൊരാളെ ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് ഏറ്റവും അർഹത നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്കെന്താ, നിങ്ങളത്രയും സൗന്ദര്യമുള്ളവരാണ്, രസികത്വമുള്ളവരാണ്, കാരുണ്യമുള്ളവരാണ്, സർവ്വഗുണങ്ങളും നിറഞ്ഞതാണ്. ആ സർവ്വഗുണങ്ങളും നിറഞ്ഞ നിങ്ങൾക്ക് തന്നെ വന്നു ചേരേണ്ടതാണ് ഈ സുഗന്ധം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ പെട്ടി അവിടെ ഇറക്കി വെച്ചു. പലതരത്തിലുള്ള കുറിക്കൂട്ടുകളുണ്ട്, ഓരോന്നിനും ഓരോ സുഗന്ധമാണ് ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെയാണ് ഇഷ്ടം എന്ന് നോക്കിയിട്ട് അതാണ് എടുക്കുക. ഒരു സുഗന്ധം ഒരെണ്ണം മാത്രമല്ല, കുറേ ഉണ്ടാക്കിക്കൊണ്ടും അതിലേതാണെന്ന് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെയാണ് കംസൻ എടുക്കുക. അപ്പോൾ എല്ലാം അവിടെ ഒരുമിച്ച് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് എടുത്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഉടൻ ജ്യേഷ്ഠാനുജന്മാർ തൻ വിരിമാത്തട്ടിൽ വേണ്ട പോൽ. അപ്പോൾ അതിങ്ങനെ കൊടുക്കണ സമയത്ത് ഇതിങ്ങനെ വച്ചു. അത് വച്ചപ്പോൾ ഒരളക്കെടുത്ത് നിർത്തിയപ്പോൾ ചോദിച്ചു കണ്ണ. അപ്പോൾ ആദ്യം രാമൻ പറഞ്ഞു കണ്ണനോട്, നീ നോക്കൂ. അപ്പോൾ കണ്ണന് ഇഷ്ടമുള്ളത് എടുത്തിട്ടേ രാമൻ എടുക്കുള്ളൂ, കണ്ണന് നല്ലത് കൊടുത്തിട്ടേ രാമൻ എടുക്കുള്ളൂ. അപ്പോൾ ചോദിച്ചു, കണ്ണൻ നോക്കൂ എന്ന് പറഞ്ഞു. കണ്ണന് ഒരളക്കെടുത്ത് തുറന്നു നോക്കും, ഇതല്ല, മാറ്റി വെച്ചു. വേറെ ഒരെണ്ണടുത്ത് തുറന്നു നോക്കി, ഇതല്ല, മാറ്റി വെച്ചു.
അങ്ങനെ ഓരോന്നും 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 എടുത്ത് തുറന്നു നോക്കുകയാണ് കണ്ണൻ. കണ്ണൻ പറയേ ഇതല്ല ഇതല്ല, ഇതിലും നല്ലത് തരൂ, ഇതിലും നല്ലത് തരൂ എന്ന് പറഞ്ഞിട്ട് എല്ലാം മാറ്റിവെച്ചു. ഇനി ആ അളക്കിൽ ഒന്നും ബാക്കിയില്ല, ഇനി ഒന്നും ബാക്കിയില്ല. ഒന്നും കണ്ണന് ഇഷ്ടമായില്ലേ സാധാരണഗതിക്ക്. അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്ന് എല്ലാവരും. അപ്പോൾ രാമനും വിഷണ്ണനായി. കണ്ണൻ ഒരിക്കലും ആരെന്തു കൊടുത്താലും സ്വീകരിക്കണ ആളാണ് കണ്ണൻ. ഇതുപോലെ ചെയ്യണ കണ്ടിട്ടില്ല. ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിലെന്ന് രാമന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ കണ്ണൻ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി പരിഹസിച്ചിട്ട്. കാരണം കണ്ണന് ഇഷ്ടമായില്ലല്ലോ. ഇതിനേക്കാളും നല്ലതൊക്കെ കണ്ണൻ അണിഞ്ഞുണ്ടാവും. ഇതൊക്കെ ഇവളുണ്ടാക്കി കംസനെ പറ്റിക്കാൻ മാത്രമേ പറ്റുള്ളൂ, കണ്ണനെ പോലെയുള്ളവരെയൊന്നും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള ഭാവത്തിൽ അവിടെ നിൽക്കുന്ന എല്ലാവരും പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. അപ്പം കണ്ണൻ രഹസ്യമായിട്ട് ആ സൈരന്ധ്രിയുടെ ചെവിയിൽ മന്ത്രിച്ചു, സുന്ദരി, നീ എന്നും എൻ്റെ ശരീരത്തിൽ പുരട്ടിത്തരാറുള്ള ആ സുഗന്ധമാണ് എനിക്ക് വേണ്ടതെന്ന്. സൈരന്ധ്രി പോലും അത്ഭുതപ്പെട്ട് ഞെട്ടിപ്പോയി. അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമായിരുന്നു. കാരണം എന്ന് മുതൽക്കാണോ ഇവള് കണ്ണനെ പറ്റി കേട്ടത്, ആ കണ്ണനെ എന്നാണോ ഹൃദയത്തിൽ ഹൃദയേശ്വരനായിട്ട് പ്രതിഷ്ഠിച്ചത്, അന്ന് മുതൽക്ക് കണ്ണനായി മാത്രം ഇവള് ഒരു അത്യന്ത സുന്ദരമായിട്ടുള്ളൊരു കുറിക്കൂട്ടുണ്ടാക്കും. അതിങ്ങനെ കയ്യിൽ കരുതി വയ്ക്കും, എപ്പോഴും കയ്യിലുണ്ടാവും. അത് എവിടെ ഉണ്ടാവില്ല, അത് ആർക്കും കൊടുക്കില്ല, കംസന് പോലും കാണിച്ചു കൊടുത്തിട്ടില്ല അതുവരെ. എന്നും ഇത് കൊണ്ടുപോകും. കാരണം എവിടെ വച്ചിട്ട് എപ്പോഴാണ് കൃഷ്ണനെ കാണാൻ സാധിക്കുക എന്ന് നിശ്ചയില്ലല്ലോ. അത് കാരണം കൊണ്ട് എപ്പോഴും കയ്യിലുണ്ടാവും. അവസാനം രാത്രി ഉറങ്ങുന്ന സമയം വരെ അത് കയ്യിലുണ്ടാവും. രാത്രി ഉറങ്ങാൻ സമയത്ത് താൻ തന്നെയാണ് ആ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് സങ്കല്പിച്ച അവനവൻ്റെ ശരീരത്തിൽ അത് മുഴുവനും പുരട്ടി ശ്രീകൃഷ്ണ ഭഗവാനെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്നുള്ള ഭാവത്തിലാണ് അവൾ ഉറങ്ങുക. എന്നും അവൾ ആരോട് കൂടിയിട്ടാണ് ഉറങ്ങുക? ഭഗവാന്റെ കൂടെ ഉറങ്ങുക. കണ്ണനെ കെട്ടിപ്പിടിച്ച് കണ്ണനോട് കൂടിയിട്ടാണ് ഉറങ്ങുക. അങ്ങനെ അത് അവളുടെ ഒരു ശീലമാണ്. അത് ആർക്കും അറിയില്ല, ഒരൊറ്റ ആൾക്കും അറിയില്ല. ആർക്കേ അറിയുള്ളൂ? സൈരന്ധ്രിക്കേ അറിയുള്ളൂ. അത് ആ കണ്ണൻ ചോദിക്കണു, എന്നും നീ എൻ്റെ ശരീരത്തിൽ പുറത്തി തരാറില്ല. അപ്പം നമ്മൾ എവിടെ ഇരുന്ന് എന്ത് സങ്കല്പിച്ചിട്ട് കൊടുത്താലും അത് ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. ഒരു തുളസിപ്പൂവ് വച്ചിട്ട് കഴിഞ്ഞ ഒരു തവണ കുറേ വർഷങ്ങൾക്ക് അല്ല കുറച്ച് 2-3 വർഷമായി തോന്നുന്നുണ്ട്, ഒരനുഭവം ഉണ്ടായി. ഗുരുവായൂർ കൃഷ്ണനാട്ടംകളി ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് തൊട്ടടുത്ത ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊന്നും കൂടെ പറയാൻ തോന്നുന്നു എനിക്ക്. കൃഷ്ണനാട്ടംകളി നടത്തുന്ന ആ പ്രശാന്തിന് ആരോ 2 ചോക്ലേറ്റ് കൊടുത്തു. അപ്പം പ്രശാന്ത് അതെന്ത് ചെയ്തു? അമ്പലത്തിന് പുറത്ത് വെച്ചിട്ടാണ് കൊടുത്തത്, ഗുരുവായൂർ അമ്പലത്തിന് പുറത്ത് വെച്ചിട്ട്. അത് ഭഗവാന് നീട്ടിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത് ആരോ ഫോട്ടോ എടുത്തു. അത് ഭഗവാൻ ഇങ്ങനെ നീട്ടണത്. അപ്പോൾ അതെന്തോ ഒരു കൗതുകത്തിന് എനിക്ക് അയച്ചു തന്നു. എനിക്ക് അയച്ചു തന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് തിരുവനന്തപുരത്തുള്ള ഒരു അമ്മ എന്നോട് പറഞ്ഞു, ഇന്ന് എൻ്റെ പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു. ഇത് ഗുരുവായൂരപ്പൻ്റെ സമ്മാനമാണ്, ഗുരുവായൂരപ്പൻ തന്ന മധുരമാണ് കേട്ടോ എന്ന് പറഞ്ഞ് അയച്ചു. പക്ഷേ ഇവർ രാവിലെ അവിടെ അടുത്ത് അഭേദാനന്ദാശ്രമമുണ്ട്, ആശ്രമത്തിൽ കൃഷ്ണനാണ്, അവിടെ തൊഴുതിറങ്ങുകയാണ്. തൊഴുതിറങ്ങണ സമയത്ത് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു മധുരം കിട്ടും, എന്തെങ്കിലും ഒന്ന് കിട്ടാറുണ്ട് അമ്പലത്തിൽ നിന്ന്. ത്രിമധുരമായിട്ടോ അല്ലെങ്കിൽ അവലും മലരുമായിട്ടോ ശർക്കരയായിട്ടോ എന്തെങ്കിലും ഒന്ന് കിട്ടും. അത് ഭഗവാൻ എനിക്ക് തരുന്ന പിറന്നാൾ സമ്മാനമാണെന്നിട്ടാണ് അവർ സ്വീകരിക്കാറ്. അന്ന് അവർക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് സങ്കടമായി. ഭഗവാൻ ഇന്ന് എന്താ എന്നെ മറന്നോ, എൻ്റെ പിറന്നാൾ മറന്നോ എന്ന് ആലോചിച്ചിട്ട് ഒരുപാട് സങ്കടമായി. അവർ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെ ഷീട്ടൊക്കെ എഴുതാനിരിക്കണ ആ സ്ത്രീ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തന്നതാട്ടോ, ഒരു കുട്ടി ഇവിടെ തന്ന് ഏൽപ്പിച്ച് പോയതാണ് 2 ചോക്ലേറ്റ്. ഏത് ഒരു ചോക്ലേറ്റാണോ പ്രശാന്തിൻ്റെ ഫോട്ടോയിൽ കണ്ട അതേ ചോക്ലേറ്റ് അവർക്ക് അവിടെ ഏതോ ഒരു കുട്ടി കൊടുത്തതാണ് അത്രേ. അങ്ങനെ പറഞ്ഞ് കിട്ടി.
അത് കഴിഞ്ഞ് ആ ഒരു സന്തോഷം എൻ്റെ അടുത്ത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് തുറന്നു നോക്കിപ്പണ്ട് ഞാൻ അയച്ച ഫോട്ടോ ഇതാ കണ്ണൻ തന്ന സമ്മാനം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ശരിക്കും അത് അനുഭവം. അപ്പോൾ എവിടെ ഇരുന്നിട്ട് നമ്മൾ പറഞ്ഞാലും ഗുരുവായൂരിന്ന് ഇതാ അങ്ങനെ കൊടുത്തത് ഗുരുവായൂരപ്പൻ സ്വീകരിച്ച് വേറൊരാൾക്ക് കൊടുത്തു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെ ഇരുന്ന് എന്ത് ഭഗവാന് എന്ന് സങ്കല്പിച്ച് വച്ചാലും അല്ലേ. ആ മാല സ്വീകരിക്കാണ്ട് മഞ്ജുള പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോന്നപ്പോൾ പൂന്താനമുത്തശ്ശൻ കണ്ടു. എന്തിനാ മഞ്ജുള കുട്ടി കരയണേ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ എൻ്റെ മാല സ്വീകരിച്ചില്ല. ഗുരുവായൂരപ്പൻ സ്വീകരിക്കാണ്ടിരിക്കില്ലല്ലോ, അവിടെ ഉള്ളവർ വേണമെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഗുരുവായൂരപ്പൻ സ്വീകരിക്കും, ഗുരുവായൂരപ്പൻ സ്വീകരിക്കാണ്ടിരിക്കില്ല. വരൂ, അവിടെ മാത്രമൊന്നുമല്ല ഗുരുവായൂരപ്പനുള്ളത്. ഈ കല്ലിൽ ചാർത്തിക്കോളൂ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ മഞ്ജുളാല് ആ ആലിൻ്റെ ചോട്ടിലുള്ള ഒരു കല്ലിൽ ആ മാല ചാർത്തി. ആ മാല ചാർത്തിയത് സ്വീകരിക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ വന്നു. ആ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം അന്ന് ആ മഞ്ജുളാലിൻ്റെ ചോട്ടിൽ ഒരു പശുപാലകനോട് കൂടിയിട്ട് ഈ മഞ്ജുളയെ കണ്ടവരുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് മഞ്ജുളയുടെ സ്വഭാവ ദൂഷ്യത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ അടുത്ത ദിവസം ഗുരുവായൂർ അമ്പലം തുറന്നിട്ട് അവിടുന്ന് ആ നിറമാല എടുത്ത് മാറ്റുന്ന സമയത്ത് ഒരു മാല മാത്രം മാറണില്ല. എത്ര എടുത്താലും പിന്നെയും വരികയാണ്. എന്താണെന്ന് അറിയാണ്ട് അത്ഭുതം, എന്തോ ഭഗവാൻ എന്താ എന്ന് അറിയാണ്ട് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് പൂന്താനം മുത്തശ്ശൻ വരണത്. അപ്പോൾ പറഞ്ഞു, ഇത് വേറെ ഒന്നുമല്ല, ആ മഞ്ജുളാലിൻ്റെ ചോട്ടിലൊരു മാല ഇട്ടിട്ടുണ്ട്, ആ മാല എടുത്ത് മാറ്റിക്കോളൂ, അപ്പോൾ ഈ മാല മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് മേൽശാന്തി വന്ന് ആ മാല എടുത്ത് മാറ്റിയപ്പോഴാണ് അത്രേ ഈ മാല ഇല്ലാണ്ടായത്. പിന്നെ ആ മഞ്ജുള ഭഗവാനിൽ ചേർന്നു എന്നുള്ള കഥ എല്ലാവർക്കും അറിയാം. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. ഒരിക്കൽ ഒരു വിഷുവിൻ്റെ സമയത്ത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഓരോ കവിതകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണത് ഭഗവാന്റെയാണ്. അപ്പോൾ വിഷുവിന് പോകണം എന്ന് കൊതിച്ചിരിക്കുക. ആ കൊതിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പോകാൻ പറ്റും? വിഷുവിൻ്റെ അന്നൊന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകണം. വിഷു കണി കാണണമെന്നൊന്നുമില്ല, വിഷുവിൻ്റെ അന്ന് ഗുരുവായൂരപ്പനെ കാണണമെന്നാണ് കൊതി. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പോവുക? അപ്പം അങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മായിയുടെ മകള് മാധവിക്കുട്ടി, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഗുരുവായൂർക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അവരും ഭർത്താവും കൂടിയിട്ട് 5 ദിവസം എന്തോ ഭജനയുണ്ട്, അതിന് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് കോഴിക്കോട് താമസിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു. പിന്നെ അവർ പോണേൻ്റെ ഇടയിൽ കൂടെ ഞാനും വരട്ടെ എന്ന് ചോദിച്ച് പോകാനൊരു മടിയായതുകൊണ്ട് ഞാനപ്പോൾ എപ്പോഴും ഭഗവാനോട് ഞാൻ ചോദിച്ചു, ഭഗവാനെ ചോദിക്കണോ അവരുടെ കൂടെ പോയാലോ, എനിക്ക് കാണാനിങ്ങനെ കൊതിയാവുക. അപ്പോൾ ആ സമയത്താണ് ആ ഭഗവാനെ പറ്റി ചിന്തിച്ചിരുന്ന് എഴുതിയതാണ്, എത്രയോ വട്ടം കണ്ടാലും ആശ തീരാത്ത വാതാലയേശനെ കാണുവാനായി ചെല്ലുന്ന നേരത്ത് മുന്നിലായി ശ്രീഗരുഡനെ കണ്ടു ഞാൻ. അങ്ങനെ ആ ഗരുഡനെ കണ്ടു, അവിടെ വാണിഭക്കാരെ കണ്ടു, ഉള്ളിലേക്ക് പോണതായിട്ട് എഴുതി. അപ്പോൾ അതിൽ ആ കൊച്ച് ഇടനാഴി, അപ്പോൾ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ദൂരെയെ ആ കൊച്ചിടനാളി ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഭഗവാനെ കണ്ടു എന്നൊരു വരി എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വിഷുവിൻ്റെ അന്ന് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഇന്ന് ഗുരുവായൂരപ്പന് നെയ്വിളക്കിൻ്റെ ശോഭ എന്ന്. കാരണം അന്ന് ഫുള്ള് നെയ്വിളക്കാണ്, അവിടെ ഒരു ഭക്തൻ വഴിപാട് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൻ സ്വീകരിച്ചു എന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ. അപ്പോൾ അതിൽ കണ്ട ഒരു ഭാവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പീലി ചാർത്തിയ പൊന്നിൻ കിരീടവും ഫാലദേശത്തു തൊട്ടൊരു ഗോപിയും നല്ല കൃഷ്ണ തുളസിപ്പുമാലയും പട്ടുകോണകം മുത്തരഞ്ഞാണവും. അപ്പോൾ ആ ശരീരം മുഴുവനാണ് എങ്ങനെയാ, ചന്ദനത്താൽ പൊതിഞ്ഞാതിരുമയും കൊച്ചു കയ്യിലൊരിത്തിരി വെണ്ണയും മറ്റേ കയ്യിലൊരോടക്കുഴലുമായി. ആ വരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും, എന്നാലും പറയണമെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ നിൽക്കണ ഭഗവാനെയാണ് സങ്കല്പത്തിൽ കണ്ടത്.
അങ്ങനെ ഇത് കഴിഞ്ഞ് ഉച്ച നേരമായപ്പോണ്ട് മാധവിക്കുട്ടിയുടെ ഫോൺ വരണു. അതെ, ഞങ്ങൾക്ക് ഇന്ന് വിഷു ആയ കാരണം വണ്ടിയൊന്നും കിട്ടിയില്ല. നിങ്ങൾ എപ്പോഴാ നീ വരുന്നുണ്ടോ, വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ഗുരുവായൂർക്ക്? ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടില്ല, അവിടെ വണ്ടി ഉണ്ടല്ലോ, നമുക്ക് അവിടുത്തെ വണ്ടിയിൽ പോയാലോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിന്ന് കോഴിക്കോട്ടേക്ക് പോകാണ്ട് പറ്റില്ല, പോകണം. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളെ ഗുരുവായൂർ കൊണ്ടാക്കാം, എന്നിട്ട് ഞാൻ വെള്ളിയാഴ്ച തിരിച്ചു വരുമ്പോഴേക്കും 5 ദിവസം ആവുമല്ലോ. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ കൂട്ടാം. അപ്പോൾ ഒരു ദിവസം പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് 5 ദിവസം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിൽക്കാനുള്ള ഒരു അവസരം. അങ്ങനെ ആ വിഷുവിൻ്റെ അന്ന് ഗുരുവായൂർ ചെന്നു. ഗുരുവായൂർ ചെന്നപ്പോൾ മനസ്സിങ്ങനെ കിടന്ന് തുടിക്കുക, ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ഒരു പോകാൻ പറ്റിയത്. അപ്പോൾ ചിലപ്പോൾ ചില സങ്കല്പങ്ങൾ തോന്നും. അപ്പോൾ എന്ത് ചെയ്തു, ഓടക്കുഴൽ, സാധാരണ 30 രൂപയൊക്കെ കൊടുത്താൽ കിട്ടുന്ന ഒരു ഓടക്കുഴലും ഒരു മയിൽപ്പീലിയും പട്ടുകോടകമൊക്കെ മേടിച്ച് കയ്യിൽ പിടിച്ചു. എന്നിട്ട് അതിങ്ങനെ കയ്യെ പിടിച്ച് നാമം ജപിച്ച് അപ്പോൾ അവിടെ നെയ്വിളക്കിൻ്റെ ശോഭയാണ്. ഇനി ഭഗവാൻ എങ്ങനെയാണ് നിൽക്കണമെന്നുള്ള അതൊന്നും ഇന്നത്തെ പോലെ അന്ന് ഈ ഉച്ചപൂജാലങ്കാരത്തിൻ്റെ വർണ്ണനയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണാവോ എന്നുള്ള സങ്കല്പത്തിൽ തൊഴാൻ പോവുക. അപ്പോൾ എന്നോട് മാധവിക്കുട്ടി ചോദിച്ചു, അല്ല ഇതൊക്കെ ഉള്ളിൽ സ്വീകരിക്കുമോ, ഇതൊക്കെ അങ്ങനെ കൊടുത്താൽ അകത്തേക്ക് എടുക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അതൊന്നും എനിക്ക് നിശ്ചയില്ല, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇത് ഗുരുവായൂരപ്പൻ സ്വീകരിക്കും. കാരണം ഗുരുവായൂരപ്പൻ സ്വീകരിച്ചു കഴിഞ്ഞുല്ലോ, നെയ്വിളക്കിൻ്റെ ശോഭ എന്ന് പറഞ്ഞപ്പോൾ എന്നുള്ള ഭാവത്തിൽ നാമം ജപിച്ച അതാണ് ഭഗവാന്റെ കാരുണ്യമാണ്, നമ്മുടെ മഹത്വമൊന്നുമല്ല, അതാണ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. ആരെന്ത് കൊടുത്താലും ഗുരുവായൂരപ്പൻ സ്വീകരിക്കും എന്നുള്ള ബോധ്യം വന്നു. അങ്ങനെ ഉള്ളിൽ കടന്ന് അവിടെ ആ ഇടനാഴി കടന്നിട്ട് അവിടെ നടക്കൽ ഈ ഇത് വെച്ചു, പട്ടുകോണകം വെച്ച്. അപ്പം നോക്കിയപ്പോൾ ഭഗവാന്റെ രൂപം തന്നെ ഓടക്കുഴൽ വിളിച്ച് മയിൽപ്പീലി ചൂടി പട്ടുകോണകം എടുത്ത് അതേ രൂപം എങ്ങനെയാണോ എഴുതിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടോ അതാ സ്വീകരിച്ചു കഴിഞ്ഞു, നമ്മളിവിടുന്ന് വാങ്ങിയപ്പോൾ തന്നെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്, കണ്ടോ എന്ന് പറഞ്ഞ് തൊഴുത് മടങ്ങി. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ അത്ര തിരക്കില്ല. അങ്ങനെ തൊഴുത് മടങ്ങിയിട്ട് ഭഗവതിയുടെ അവിടെ തൊഴാൻ ചെന്നപ്പോഴാണ് അതിലും അത്ഭുതം. ഭഗവതിയെ രാധാറാണിയായിട്ട് ഒരുക്കിയിട്ട് ഓടക്കുഴൽ വിളിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് അവിടെ അങ്ങനെ ഒരു അലങ്കാരം കാണുന്നത്. അപ്പോൾ അതും ഭഗവാൻ നമ്മളോട് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, ഞാനത് സ്വീകരിച്ചു. പിന്നെ വീണ്ടും ക്യൂ നിന്ന് ഉള്ളിൽ കയറി ചെന്നപ്പോൾ ആ മണ്ഡപത്തിൻ്റെ ഇതിൽ രാധാകൃഷ്ണന്മാരുടെ ഒരു ഇത് അവിടുത്തെ എന്താ ഇങ്ങനെ പിച്ചള ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതിൽ രാധാകൃഷ്ണന്മാരുടെ രൂപമുണ്ട് തൂണുമേ. അതിനെവിടെ ഒരു ഓട്ടയുണ്ട്, ആ ഓട്ടയിൽ ആരോ ആ മയിൽപ്പീലി കുത്തി വെച്ചേക്കണു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഓടക്കുഴൽ ഇങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അതാ ഇനിയിപ്പോൾ ഇതിലും പരം എന്താ വേണ്ടേ, ഭഗവാൻ അതാ നമുക്ക് അനുഭവമാക്കി തന്നു, അത് ഭഗവാൻ അവിടെ സ്വീകരിക്കും എന്നുള്ളത്. അതുപോലെ സൈരന്ധ്രിയുടെ കുറിക്കൂട്ട് ഭഗവാൻ സ്വീകരിച്ചു. രഹസ്യമായിട്ട് ആ ചെവിയിൽ മന്ത്രിച്ചു, എനിക്ക് ആ കുറിക്കൂട്ട് മതിയെന്ന്. ലജ്ജ കൊണ്ടും ഭക്തി കൊണ്ടും പ്രേമം കൊണ്ട് എന്താ പറയുക, ആനന്ദം കൊണ്ടും വിവശയായിട്ട് ഈ കുറിക്കൂട്ട് അവൾക്ക് എടുക്കാൻ സാധിക്കണില്ല. ആ അരയിൽ ഒരു ചെറിയ ഒരു അളക്കിൽ ഒരു പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചേക്കുക. ഒടുവിൽ ഭഗവാൻ എങ്ങനെയാണോ സുധാമാവിൻ്റെ കയ്യിൽ നിന്ന് അവിൽപ്പൊതി വാങ്ങിയത്, അതുപോലെ ഭഗവാൻ കൈ തപ്പുണ്ട്, എടുക്കാനേ അവൾക്ക് പറ്റണില്ല, കൈ വിറച്ചിട്ടേ. അപ്പോൾ ഭഗവാൻ തന്നെ ആ അരക്കെട്ടിലിരിക്കണ ആ പൊതി എടുത്തിട്ട് ഇതൊക്കെ എല്ലാവരും കണ്ടു നിൽക്കുകയാണ് ഭഗവാൻ ചെയ്യണത്. എന്താ ചോദിച്ചത്, എന്താ ചെവിയിൽ പറഞ്ഞതെന്ന് മാത്രം ആർക്കും മനസ്സിലായില്ല. ഈ പരിഹസിച്ചവരൊക്കെ ഇങ്ങനെ വായു തുറന്ന് അത്ഭുതപ്പെട്ട് കണ്ണൊക്കെ വിടർത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത് എടുത്ത് അത് തുറന്നപ്പോൾ അതിൻ്റെ ഒരു സുഗന്ധം കൊണ്ട് അവിടെ ഉള്ളവരെല്ലാവരും ഇത്രയും ഒരു സുഗന്ധം അനുഭവിച്ചിട്ടില്ല. സച്ചിദാനന്ദ ഗന്ധം എന്ന് പറയണില്ലേ, അത് തന്നെ ആ ഒരു സുഗന്ധം അനുഭവിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും തോന്നുന്നു ഭഗവാന്റെ ആ സച്ചിദാനന്ദ ഗന്ധം ഇത് തന്നെയാണ്. ഇതുപോലെ ഭക്തന്മാരുടെ ആ പ്രേമമാണ് ഭഗവാന് സുഗന്ധം നൽകണതേ. അതെടുത്ത് സ്വീകരിച്ചു. അത് അളക്ക് തുറന്നിട്ട് പറഞ്ഞു, സുന്ദരി നീ തന്നെ പുരട്ടി തരൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, മുട്ടുകുത്തി നിന്നു. ഒരു കാല് പിന്നോട്ട് മടക്കി ഒരു കാല് കുത്തി ഇങ്ങനെ നിന്നു. അവൾക്ക് പൊക്കല്ലല്ലോ. അപ്പോൾ ആ
ഇങ്ങനെ ചാരി നിൽക്കുമ്പോൾ മുഖം ഇങ്ങനെ ഉയർത്തിയാൽ ഭഗവാന്റെ മാറിൽ തട്ടണ പോലെ ആ ശ്വാസോച്ഛ്വാസമൊക്കെ ഭഗവാന്റെ മാറിൽ തട്ടണു. വേഗം ആ വിറയ്ക്കുന്ന കൈകളോട് കൂടിയിട്ടിതാ ആ കൃഷ്ണൻ്റെ മാർവിടത്തിലും കഴുത്തിലും കക്ഷത്തിലൊക്കെ നന്നായിട്ടിതാ ആ കുറിക്കൂട്ട് തേച്ചു കൊടുത്തു. അതിനുശേഷം രാമനും തേച്ചു കൊടുത്തു. അപ്പോൾ ഇതുവരെ പരിഹസിച്ചവരൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുന്നു. ഇവളുടെ ഒരു ഭാഗ്യം എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേൽക്കണ സമയം കാലുകുത്തി അങ്ങോട്ട് എഴുന്നേൽക്കുമല്ലോ. അപ്പോൾ ഭഗവാന്റെ പെരുവിരൽ ഇവളുടെ പെരുവിരലിൽ ഇങ്ങനെ അമർന്നു. പിന്നെ എണീക്കുമ്പോൾ ഒരു സപ്പോർട്ട് വേണ്ടേ. ഭഗവാൻ ആ താടിമേൽ അങ്ങോട്ട് പിടിച്ചിട്ട് എണീറ്റു. അതോടുകൂടിയിട്ട് ഇവളും ഉയർന്നു വന്നിട്ട് അത്യത്ഭുതമായിട്ടുള്ളൊരു ഗോപാല സുന്ദരിയായിട്ട് ആ കൃഷ്ണ സമാനയായിട്ടുള്ളൊരു സുന്ദരിയായിട്ട് തീർന്നു. ആ രാധയുടെ മറ്റൊരു രൂപം പോലെ ആ സൈരന്ധ്രിയുടെ സൗന്ദര്യം കണ്ട് അവിടെയുള്ളവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അവരാരും കണ്ടിട്ടില്ല എത്ര സൗന്ദര്യം. ആ ഉള്ളിലുള്ള ആ സൗന്ദര്യത്തെ ഭഗവാൻ പുറത്തേക്കും പ്രകടമാക്കി. നമ്മൾ പറയാറുണ്ടല്ലേ, ധാരാളം നാമം ജപിച്ച് ഉപാസന ചെയ്യണവരുടെ മുഖത്ത് നോക്കുമ്പോൾ എന്തൊരു തേജസ്സാണ്. നോക്കിയാൽ വ്യക്തിപരമായിട്ട് നോക്കിയാൽ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരുടെ മുഖത്തിനൊരു തേജസ് ഉണ്ടാവും. അതെന്താണെന്നറിയോ? മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ നമ്മൾ പറയും. അത് തന്നെയാണ് അവിടെയും. ആ തേജസ്, ഉള്ളിലുള്ള തേജസ് പുറത്തേക്ക് പ്രകടമായതാണ്. ആ ഭക്തിയുടെ ആ പ്രേമത്തിൻ്റെ തേജസ്സാണ്. അപ്പോൾ അതാ എല്ലാവരും ആ സൈരന്ധ്രിയുടെ ഭാഗ്യം കണ്ടിട്ട് കൊതിക്കണം. അപ്പോൾ സൈരന്ധ്രി വിളിക്കുന്നുണ്ട്, എൻ്റെ കൂടെ വരണം. എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കൊതിക്കണു, അങ്ങയുടെ സാമീപ്യം എൻ്റെ അടുത്ത് വരണം എന്ന് പറയണു. അപ്പോൾ പറഞ്ഞു, നീ എപ്പോഴൊക്കെ എന്നെ സ്മരിക്കണു, അപ്പോഴൊക്കെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. നീ എപ്പോഴൊക്കെ എന്നെ ചേർത്ത് പിടിച്ചു, അപ്പോഴൊക്കെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് നിനക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതുവരെ. ഇനി ആ കൃഷ്ണാനുഭവം നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. കർമ്മപ്രാരാബ്ധങ്ങൾ തീരണവരെയായിരുന്നു അത്. അങ്ങനെ ആ സൈരന്ധ്രിയുടെ അത്യത്ഭുതമായിട്ടുള്ള കഥ വൃന്ദാവനത്തിൽ ചെന്നാൽ ഇന്ന് അവിടെ ആ വിശ്രാംഘട്ടിനടുത്ത് കാണാം. ആ സൈരന്ധ്രിക്ക് ആ തെരുവിലൂടെയൊക്കെ നമുക്ക് നടക്കാൻ സാധിക്കും. അവിടെ ഒരു ദ്വാരകാധീശ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ മനസ്സ് തുടികൊട്ടും, ഈ തെരുവിലൂടെയല്ലേ കണ്ണൻ നടന്നത്, ഇവിടെ വച്ചിട്ടല്ലേ കണ്ണൻ സൈരന്ധ്രിയെ കണ്ടിട്ട്, ഇവിടെ വച്ചിട്ടല്ലേ ആ കണ്ണൻ സുന്ദരീന്ന് വിളിച്ചത്. അപ്പോൾ ആ ശ്യാമസുന്ദര, എവിടെയെങ്കിലും ആ സുന്ദരി എന്നുള്ള വിളി, ശ്യാമസുന്ദര എന്നുള്ള മറുവിളി കേൾക്കാനുണ്ടോ? നമ്മുടെ ഉള്ളിലും ഒരുപാട് വളവുകളുണ്ട്. നമ്മുടെ പുറമേക്കൊക്കെ നല്ല സൗന്ദര്യമാണ്, നമ്മുടെ ഉള്ളിലാണ് ഈ വളവുകളൊക്കെ ഉള്ളത്. അത് മൂന്നൊന്നും പറയാൻ പറ്റില്ല. അഷ്ടാവക്രമണിക്ക് 8 വളവേ ഉണ്ടായുള്ളൂ. നമ്മുടെയൊക്കെ എത്ര വളവുണ്ട് എന്ന് നിശ്ചയില്ല, അത്രയും വളവുകളാണ്. നൂഡിൽസ് ഇങ്ങനെ എടുത്തിട്ടില്ലേ, ഇപ്പോൾ കുട്ടികൾ കഴിക്കുന്ന സാധനം, അതിങ്ങനെ ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും. അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ചുരുണ്ടുകൂടി കിടക്കണ ഈ വളവുകൾ. അപ്പോൾ ഭഗവാനോട് പറയുക, ഭഗവാനെ ഒന്നിനും അറിയില്ല. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും അറിഞ്ഞു, കണ്ണനെ പ്രേമിക്കുക മാത്രമേ ചെയ്യില്ല, ഈശ്വരനാന്ന് അറിഞ്ഞില്ല. തൻ്റെ പ്രാണനാഥനായി കണ്ട് പ്രേമിക്കുക മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മുസ്ലിം യുവതിയുടെ കാര്യം പറഞ്ഞുല്ലോ ശ്രീരംഗത്ത്. ഒന്നും അറിഞ്ഞില്ല, ഭർത്താവാണെന്നുള്ള ഭാവത്തിൽ സ്നേഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവിടെ ഭഗവാൻ ആ സ്നേഹത്തിന് മുമ്പിൽ ഭഗവാൻ പ്രകടമായിട്ട് ആ സത്യം ബോധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ പ്രകടമായിട്ട് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ വളവുകളെയും തീർത്ത് നമ്മളെയും ഉദ്ധരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഇനിയുള്ള ഭാഗങ്ങൾ കൂടി പാരായണം ചെയ്യാം. ജ്യേഷ്ഠൻ ഉടൻ ജ്യേഷ്ഠാനുജന്മാർത്തൻ വിരിമാർത്തട്ടിൽ വേണ്ട പോൽ പൂഷിച്ചു മെല്ലെ കണ്ണാടി കാട്ടിനാൾ പുണ്യമർന്നവൾ സന്തോഷിച്ചരുളിച്ചെയ്തു സരസീരുഹലോചനൻ, നിന്റെ ഈ വളവിനൊന്നു ചെറുതായൊരു ചികിത്സ ഞാൻ ചെയ്തു നോക്കട്ടെയോ, മാറിയെങ്കിൽ നിന്നുടെ ഭാഗ്യമാം എന്നോതി തൻ പുറങ്കാലിൽ ചവിട്ടിയുടനച്യുതൻ ഇടങ്കൈ കൊണ്ടു മുതുകു മുമ്പോട്ടുന്തി മനോഹരൻ മറ്റേ കയ്യാൽ താടി താങ്ങി പൊങ്ങിച്ചാൻ ജഗദീശ്വരൻ.
പെട്ടെന്നു വളവെല്ലാം തീർന്നതിസുന്ദരിയായവൾ ഭഗവത് സ്പർശനം മൂലം മിന്നി വിശ്വോത്തമങ്കിയായി നമ്മൾ നേരത്തെ പറഞ്ഞ കഥ തന്നെയാണ്. അപ്പം കഥ പറഞ്ഞ് പാരായണം ചെയ്യുകയാണ്. അപ്പം അധികം സമയം കളയണ്ടാച്ചിട്ടാണ് കഥ ആദ്യം അങ്ങോട്ട് പറഞ്ഞിട്ട് ഇനി പാരായണം ചെയ്യുമ്പോൾ ഒക്കെ മനസ്സിലാവുമല്ലോ. ഉടൻ താനുത്തരീയഗ്രം പിടിച്ചീവണ്ണമോദിനാൾ ചിരിച്ചുകൊണ്ടുകാർ വർണ്ണനോടു കാമത്തി പൂണ്ടവർ വരേണം വീട്ടിലേക്കൊന്നു വിടാനാവില്ലെനിക്കിനി അത്രയ്ക്കുള്ളം തുടിക്കുന്നു. മൂളുകൊന്നമ്പുജക്ഷണ എൻ്റെ കൂടെ വരണേ, എൻ്റെ കൂടെ വരണേ, എത്ര കാലമായിട്ട് ഞാൻ കൊതിക്കണു എന്ന് പറയണു. ഒന്ന് സമ്മതം മൂളണേ എന്ന് പറയാണ്. ജ്യേഷ്ഠൻ്റെ മുമ്പിൽ വച്ചീമട്ട് അവൾ യാചിക്കെ മാധവൻ ചങ്ങാതിമാർ മുഖം നോക്കി ചിരിച്ചും കൊണ്ടു ചൊല്ലിനാൻ, വന്ന കാര്യം കഴിഞ്ഞിട്ടേ വരാം നിൻ വീട്ടിലേക്കു ഞാൻ. വീടില്ലാതോർക്കു നീയോർക്കിൽ അത്യന്തമുപകാരമാം. പൂന്തേൻ ചിന്നുന്ന മൊഴിയാലി മട്ടവളെ വിട്ടുടൻ എഴുന്നള്ളിയിടിനാൻ കൃഷ്ണൻ ജ്യേഷ്ഠനൊപ്പം മഹാപ്രഭു. അപ്പം പറഞ്ഞു, ഞാൻ ഇനി ഒരു ദിവസം വരാം, ഞാൻ വന്ന കാര്യം കഴിയട്ടെ, അതിനുശേഷം ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ദാ ഭഗവാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇനിയുള്ള ഭാഗങ്ങൾ വായിക്കാൻ നേരമുണ്ടോ? അപ്പോൾ കുറച്ചും കൂടി ഭാഗം വായിച്ചിട്ടാണ് ഇത് സമർപ്പിക്കേണ്ടത്. പക്ഷേ കുറച്ചേ ഉള്ളൂ, സമർപ്പിച്ചാൽ മതി. ആ ഭാഗം കൂടി വായിച്ച് സമർപ്പിക്കാം. ഒരു 10 ശ്ലോകം കൂടി ഉണ്ട്. ആർക്കെങ്കിലും തിരക്കുണ്ടോ? ഷീല വന്നിരുന്നേ ഉള്ളൂ, 2 വരിയെങ്കിലും കേൾക്കണ്ടേ ഭഗവാന്റെ ഒരു കാരുണ്യം. തിരക്കുള്ളവരുണ്ടെങ്കിൽ പതുക്കെ എഴുന്നേറ്റ് ഊണ് കഴിക്കാൻ പൊക്കോളൂ കേട്ടോ, കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കേട്ടോർ വന്നെത്തിത്തുടങ്ങി വിശ്വനാഥനെ നേരിട്ടു കാണുവാൻ ലക്ഷക്കണക്കിൽ പുണ്യശാലികൾ. രത്നമാല്യങ്ങളും സ്വർണ്ണനാണ്യവും പട്ടുവസ്ത്രവും കൊതുമ്പ് നെല്ലു തുവരാ പയതൊട്ടുള്ള ധാന്യവും ഇളനീർക്കുല പഞ്ചാരകൾ കണ്ടം കദളിപ്പഴം നേന്ത്രപ്പഴക്കുല നറും മുന്തിരിപ്പഴമെന്നിവ അവിൽ പാൽ വെണ്ണ തുളസി കർപ്പൂരം ചന്ദനത്തിരി എന്തെങ്കിലും യഥാശക്തി കയ്യിൽ കൂടിയ മാതിരി അവിടേക്ക് സമർപ്പിച്ചു കൃത്യകൃത്യത നേടുവാൻ. കൃഷ്ണ കൃഷ്ണ കൃപാ സിന്ധോ ജയിച്ചാലും ജനാർദ്ദന. കൃഷ്ണ കൃഷ്ണ കൃപാ സിന്ധോ ജയിച്ചാലും ജനാർദ്ദന. ജയിച്ചാലും മഹാപ്രഭോ ഈ വണ്ണമുച്ചത്തിൽ വിളിച്ചാർക്കുന്നു ഭാഗ്യശാലികൾ. ഉറക്കെ ഞങ്ങളും നിന്നെ വിളിച്ചിടട്ടയോ ഹരേ. നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മളിതിൽ അലിഞ്ഞിരുന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഇങ്ങനെ പോകാനൊന്നും തോന്നില്ല, എവിടെയും പോകണമെന്ന് തോന്നില്ല. അതിൽ ലയിച്ച് ആ മധുരാവീതിയിലിരിക്കുമ്പോൾ അവിടെ കൂടി നിന്നവർക്കൊക്കെ അത്ഭുതമായി. ഓരോരുത്തർ തനിക്ക് കയ്യിലുള്ള, കാരണം ആ ഒരു സുഗന്ധദ്രവ്യം കാഴ്ചവെച്ച ആ ഒരു കൂനെന്ന് പറഞ്ഞ അവളുടെ സൗഭാഗ്യം കണ്ടപ്പോൾ ഓരോരുത്തരും എന്താണോ കയ്യിൽ കിട്ടിയത് അവരവരുടെ കഴിവ് പോലെ കൊണ്ടുവന്ന് സമർപ്പിക്കണു. ഹേ ശ്യാമസുന്ദരാന്ന് അവളെ ഉറക്കെ വിളിച്ചു അല്ലേ. ഭഗവാനോട് ചോദിക്കണു, ജയിച്ചാലും മഹാപ്രഭോ ഈ വണ്ണം ഉച്ചത്തിൽ വിളിച്ചാർക്കുന്നു ഭാഗ്യശാലികൾ. എന്നിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, ഉറക്കെ ഞങ്ങളും നിന്നെ വിളിച്ചിടട്ടയോ ഹരേ. ഉറക്കെ ഞങ്ങളും നിന്നെ വിളിച്ചിടട്ടയോ ഹരേ.
അന്നത്തെ തിരക്കോർത്തൊന്ന വിധം കരുണാനിധേ. നമ്മളും വിളിക്കുക ആ തിരക്ക് നമ്മുടെ ഉള്ളിൽ കണ്ടിട്ട് നമ്മൾ ഓരോരുത്തരും അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ തിക്കി തിരക്കി വന്നിട്ട് ഭഗവാനോട് ചോദിക്കണം, ഭഗവാനെ ഞങ്ങളിതാ ഒന്നും കൊണ്ടുവന്നില്ല, അവിടെ കഥ കേൾക്കാനിരുന്ന ഞങ്ങളാണ്, ഞങ്ങളിതാ മനസ്സുകൊണ്ട് നിൻ്റെ മുന്നിലെത്തി, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളും ഇവരോടൊപ്പം ഒന്ന് വിളിക്കട്ടെ, ഉറക്കെ വിളിക്കട്ടെ, ഹരേ എന്ന് ഉറക്കെ വിളിക്കട്ടെ, ഞങ്ങളെയും അനുഗ്രഹിക്കണേ, ഞങ്ങളെയും ഇതിൻ്റെ കൂടെ കൂട്ടണേ എന്നതാ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. മഹിതചരിതനാം മുരാരിതൻ മാധുര്യ മൃദുസ്മിതമൊന്നു കൺകവേ മഹിളകൾ ഇഹലോകമൊക്കെയും മനതളരിങ്കൽ മറന്നു നിന്നുപോയി. അപ്പോൾ ആ ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള ആ സൗന്ദര്യം കണ്ടിട്ട് അതിലലിഞ്ഞ് എല്ലാവരും ഇഹം പരമൊക്കെ മറന്ന് അലിഞ്ഞ് നിന്നുപോയി. അത്യന്ത സുന്ദരനായിട്ടുള്ള ആ ശ്യാമസുന്ദരനായിട്ടുള്ള ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയാണോ ആ കൂനിയുടെ വളവ് പുറമേയുള്ള 3 വളവുകളെ ഭഗവാൻ തീർത്തത്, നമ്മുടെ ഉള്ളിലുള്ള പല വിധത്തിലുള്ള അനവധി വളവുകളുണ്ട്. അഹത്തിൻ്റെയും കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ലോഭത്തിൻ്റെയും അസൂയയുടെയും മതമത്സര്യങ്ങളുടെയും ഒക്കെ വളവുകൾ. ഇതൊക്കെ തീർത്തിട്ട് ഭഗവാനെ ഞങ്ങളെയും രക്ഷിക്കണേ, ഞങ്ങളെയും ഞങ്ങളുടെ മനസ്സിൻ്റെ സൗന്ദര്യം അതാണല്ലോ വേണ്ടത്, ഞങ്ങളുടെ മനസ്സിനെയും അവിടുന്ന് സൗന്ദര്യമുള്ളതാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെ ഉള്ളിലും പ്രേമഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ഭാഗവത സപ്താഹം തുടങ്ങിയായി. പല വിധത്തിലുള്ള പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും മനസ്സിൽ ഭാഗവതത്തിനോടുള്ളൊരു പ്രേമം ഉണ്ടായാൽ ബാക്കിയൊന്നും നമുക്ക് തടസ്സമായിട്ട് വരില്ല, ഉറപ്പാണത്. ഭാഗവതത്തിനോടൊരു പ്രേമം ഉണ്ടായാൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്നിവിടെ വന്നപ്പോൾ പറഞ്ഞു, ചൂട് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്, നമ്മളെന്താ ചെയ്യുക എന്നിവിടെ വന്ന് പൊണ്ണിച്ചേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ ഭഗവാൻ തന്നെ അതിനൊരു പരിഹാരം കാണും, ഉറപ്പാണ്. അത് ഭഗവാൻ ഒരു പരിഹാരം കാണും. ആ ഹൃദയം നീറി വിളിക്കണം. ഹൃദയം ചുട്ട് നാമം ജപിക്കുമ്പോഴും അതെ, പ്രേമത്തോടു കൂടി നാമം ജപിക്കുക. കഥ കേൾക്കാനിരിക്കുമ്പോൾ ആ കഥ കേൾക്കുന്ന മാത്രയിൽ അമ്പാടി, വൃന്ദാവനം, വ്രജം എന്ന് പറയുന്ന മാത്രയിൽ നമ്മളിതാ ആ വൃന്ദാവനത്തിലെത്തണം. അല്ലെങ്കിൽ ഈ മുല്ലോർലി തേവരുടെ ഈ തിരുമുറ്റം വൃന്ദാവനമാക്കി മാറ്റണം. ഇവിടെ ആ കഥകളൊക്കെ അരങ്ങേറുന്നതായിട്ട് നമുക്ക് മനസ്സിലാവണം, നമുക്ക് അനുഭവമാവണം. അങ്ങനെ കേട്ടാൽ മാത്രമേ നമുക്ക് ആ കൃഷ്ണ അനുഭവം ഉണ്ടാവുള്ളൂ. എങ്ങനെയാണോ ആ സൈരന്ധ്രയ്ക്ക് കൃഷ്ണാനുഭവം ഉണ്ടായത് അതുപോലെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് അതിനൊന്നും പരിശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊക്കെ വെറും കഥയാണ്, ഇതൊന്നും ഞങ്ങളെക്കൊണ്ട് പറ്റില്ല, തൽക്കാലം നാവുകൊണ്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ, അനുഭവമൊന്നും ആവില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ട്. പൂർണ്ണമായിട്ടുള്ളൊരു അർപ്പണം നമുക്കില്ലാത്തത് കൊണ്ടാണ്. എത്ര അനുഭവങ്ങൾ പ്രത്യക്ഷമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് കൃഷ്ണാനുഭവമായിട്ട് തോന്നണില്ല, ആ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തോന്നണില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഏതെല്ലാം ആപൽഘട്ടത്തിൽ ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിധം ഇവിടെ വന്നിരിക്കണത് എന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ സ്മരിക്കാൻ വർഷത്തിലൊരു 7 ദിവസം കിട്ടിയിട്ട് അതിന് സമയമല്ലാണ്ട് പലതിൻ്റെയും പുറകെ ഓടിയാൽ, കണ്ണൻ നമ്മുടെ പുറകെ ഓടി വരുമ്പോൾ കണ്ണനെ വിട്ട് നമ്മൾ പലതിൻ്റെ പുറകെയും ഓടിയാൽ പിന്നെ കണ്ണൻ ആരാണോ ഓടിവാവാ ഓടിവാവാ ഓടിവാ കണ്ണ എന്ന് വിളിക്കണമെന്ന് വെച്ചാൽ അവരുടെ കൂടെ പോവും.
പിന്നെ കണ്ണൻ പോയാൽ, പ്രകാശം പോയാൽ ഇരുട്ടാവും. പിന്നെ നമുക്ക് പ്രാരാബ്ധങ്ങളാണ്, ദുരിതങ്ങളാണ്. അയ്യോ എനിക്കത് ദുരിതം, എനിക്ക് ആ ബുദ്ധിമുട്ടെന്നിട്ട് കാര്യമില്ല. ഇപ്പം ഇതൊന്നും അത്രയ്ക്കൊന്നും കണ്ണൻ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോണത്. ഇനി ഭഗവാൻ നമ്മളെ വിട്ടുപോയാൽ എന്തുണ്ടാവും? ഇത് കൂടുതലാവും. അത് നമുക്ക് മനസ്സിലാവാണ്ട്. ഇപ്പം ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കണോണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ സൂര്യൻ അങ്ങോട്ട് ഇല്ലാണ്ടായി, ഇതാ മറഞ്ഞു പോയി, ഇവിടെ കൂരിട്ടായി, എന്ത് ചെയ്യും? അതുപോലെയാണ്. അപ്പം അതുള്ളത് കൊണ്ട് സൂര്യൻ്റെ വിലയെന്ന് നമുക്കറിയില്ലേ. നമ്മൾ സൂര്യനെ ചൂട് കൂടുമ്പോൾ പ്രാവണു, ചൂട് കുറയുമ്പോൾ പ്രാവണു, സൂര്യനെ കാണാണ്ടാവുമ്പോൾ മഴ കൂടുമ്പോൾ, ഈ പ്രകൃതിയുടെ താളലയൊക്കെ ഒരുപോലെ തന്നെയാണ് ഈശ്വരൻ നമുക്കായിട്ട് തന്നത്. പക്ഷേ നമ്മളെന്ത് ചെയ്യണു? ആ താളലയം തെറ്റിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തികൾ, ഓരോ പ്രവർത്തികളും അങ്ങനെയാണ്. നമ്മുടെ പ്രവർത്തികൾ ഓരോരോ കണ്ടുപിടുത്തങ്ങളും കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് അതിനനുസരിച്ച് ഈ പ്രകൃതിയുടെ താളത്തിന് നമ്മൾ താളം തെറ്റിക്കുകയാണ്. ഒരേ താളത്തിൽ പോകുമ്പോൾ ആ താളത്തെ ആരാ തെറ്റിക്കണേ? നമ്മളാണ് അതിനെ ഇടങ്കോലിട്ടിട്ട് ആ താളം തെറ്റിക്കണത്. ഈ അത്ര ചൂട് ഇത് വരണത് ഓസോൺ പാളികൾക്ക് വന്ന വിള്ളൽ കൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ? നമ്മളുടെ പ്രവൃത്തി തന്നെയാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാത്ത പ്രവർത്തികളെ കൊണ്ട് നമുക്ക് ഇത്രയും ദ്രോഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈശ്വരൻ്റെ അനുഗ്രഹവും പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത അനുഗ്രഹം കൊണ്ടാണ് അത് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിത് അറിയാത്ത പല കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈശ്വര ഇത്രയ്ക്കൊക്കെ തെറ്റാണോ ഞങ്ങൾ ചെയ്തത്? ഞങ്ങളൊന്നും ചെയ്തില്ല, കുറച്ച് പ്ലാസ്റ്റിക് അവിടെ ഇട്ട് കത്തിക്കുകയല്ലേ ചെയ്തുള്ളൂ. അത് ഇത്ര വലിയൊരു തെറ്റാന്ന് അറിയാത്തത് കൊണ്ട് ചെയ്യാണ്. അതിൻ്റെ അതിപ്പോൾ അറിയുമ്പോൾ അതങ്ങനെ ചെയ്യാൻ തോന്നില്ല. അങ്ങനെയാണോ ഓരോന്നും? നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു പറമ്പ് ഒഴിഞ്ഞ് കണ്ടാൽ എല്ലാ വേസ്റ്റും അവിടെ കൊണ്ടുവന്ന് ഇടും. അതവിടെ കിടന്നോട്ടെ, നമ്മുടെ വീട്ടിൽ നിന്ന് പോവുകയേ വേണ്ടു, വേറെ എവിടെ കൊണ്ടുവന്ന് ഇട്ടാലും വേണ്ടില്ല എന്നുള്ളൊരവസ്ഥയാണ്. അത് നമുക്ക് തന്നെയാണ് രോഗങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കണേ. എന്നിട്ട് നമ്മൾ പറയണു ഈശ്വരൻ ഇല്ല, ഈശ്വരനെ വിളിച്ചാൽ കേൾക്കില്ല, ഈശ്വരൻ ചെകിട് പൊട്ടനാണ്, കണ്ണ് പൊട്ടനാണ്, ഈശ്വരനില്ലാത്ത കുറ്റമില്ല. ഈശ്വരൻ്റെ കുഴപ്പം കൊണ്ടല്ല. കണ്ണ് തന്നു, വേണ്ടതുപോലെ കണ്ണിനെ പ്രവർത്തിപ്പിക്കണില്ല. കാല് തന്നു, വേണ്ടതുപോലെ ചെയ്യണില്ല. ചെവി തന്നു, വേണ്ടതുപോലെ ആവണില്ല. ബുദ്ധി തന്നു, വേണ്ടതുപോലെ ആ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കണില്ല. ഇതൊക്കെ എല്ലാം വേണ്ടത് തന്നിട്ട് വേണ്ടത് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഈശ്വരൻ്റെ ആണോ? ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് വച്ച് എടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നടന്ന് വന്ന് കൈ കൊണ്ടെടുത്ത് വായേൽക്ക് കൊടുക്കാൻ പറ്റാണ്ട് എനിക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ വേണം. അപ്പോൾ ഈശ്വരോപാസന ജീവിതത്തിൽ എങ്ങനെയാണോ മറ്റേ എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് അതിലിരട്ടി പ്രാധാന്യം കൊടുത്ത് ചെയ്യേണ്ട ഒന്നാണ് ഈശ്വരോപാസന, നാമജപം. കാരണം അതിൻ്റെ ആ ഒരു ഫലം, അതിൻ്റെ ഗുണം നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അനുഭവിക്കണമെങ്കിൽ ആദ്യം എന്താ വേണ്ടേ? അനുഭവിക്കണമെങ്കിൽ ആദ്യം അത് അല്ലേ, പായസത്തിൻ്റെ മധുരം അറിയണമെങ്കിൽ അത് കുടിച്ചു നോക്കണം, അല്ലാണ്ട് അറിയോ? കുടിച്ചു നോക്കണം. ഒരു കഥയുണ്ട്, കഥകൾ പറഞ്ഞാൽ സമയം വൈകും. ഒരു കഥയും കൂടി പറയാം. എന്തായാലും ഇത് ഭഗവാൻ തോന്നിക്കണ കഥയല്ലേ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ കഥയാട്ടോ. ഒരു സ്ഥലത്ത് കുറേ ഉപ്പിൻ്റെ രാജ്യത്ത് ഒരു ഉറുമ്പുണ്ടായിരുന്നു, ഉപ്പുറുമ്പ്. അതിങ്ങനെ ഉപ്പാണ് തിന്നുക. പഞ്ചസാരയുടെ രാജ്യത്ത് ഒരു ഉറുമ്പുണ്ടായിരുന്നത് പഞ്ചസാരയെ തിന്നുക. അവൾക്ക് നല്ല സന്തോഷമായി കഥ കേട്ടപ്പോൾ അല്ലേ. അപ്പോൾ ആ ഉപ്പുറുമ്പ് എന്ത് ചെയ്യും? ഉപ്പുറുമ്പ് ഇങ്ങനെ എപ്പോഴും ഉപ്പ് തിന്നും. ഈ പഞ്ചസാര ഉറുമ്പ് അവിടെ നിന്ന് നടന്ന് ഉപ്പുറുമ്പിൻ്റെ രാജ്യത്തെത്തി. അപ്പോൾ തന്നെ പോലെ ഒരു ഉറുമ്പിനെ കണ്ടപ്പോൾ സന്തോഷമായി. വരൂ എന്ന് പറഞ്ഞത് സ്വീകരിച്ച് കൊണ്ടുപോയിട്ട് പറഞ്ഞത് ഉപ്പ് തിന്നാൻ കൊടുത്തു. അപ്പോൾ ഇത് ഇങ്ങനൊരു സാധനം എങ്ങനെ തിന്നുന്നു, ഇതൊക്കെ എങ്ങനെ തിന്ന് ജീവിക്കണം, ഇത് നന്നല്ല എന്ന് പറയുമ്പോൾ പറയാം ഇതിൻ്റെ സ്വാദ് വേറെ ഒന്നിനും ഇല്ല എന്നാണ് ഈ ഉപ്പുറുമ്പ് പറയണത്. അല്ലല്ല എൻ്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഉപ്പുറുമ്പ് കൂടെ ചെന്ന് പഞ്ചസാര കൊടുത്തിട്ട് പറഞ്ഞു ഇതിൻ്റെ സ്വാദ് എങ്ങനെയുണ്ട്? ഇതിനിപ്പോൾ അതേ സാധനം വലിയ വ്യത്യാസമൊന്നുമില്ല, ഇതിനിപ്പോൾ എന്താ, ഞാൻ അതുപോലെ തന്നെയാന്ന് പറഞ്ഞു. അപ്പോഴാണ് പഞ്ചസാര ഉറുമ്പ് നോക്കി കവിളിങ്ങനെ വീർത്തിരിക്കണം ഈ ഉപ്പുറുമ്പിൻ്റെ. വായ തുറക്കാൻ പറഞ്ഞു. വായ തുറന്നപ്പോഴേ ഒരു വലിയ കട്ട
ഉപ്പ് അതിൻ്റെ കവളത്ത് വച്ചേക്ക്, അതും കൊണ്ടത് പോയേക്കണേ. പൂർണ്ണ വിശ്വാസമില്ല. നമ്മളെ പോലെയാണ് ഭഗവാൻ രക്ഷിക്കുന്ന പറഞ്ഞാൽ വിശ്വാസമില്ല. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളും ഇതുപോലെ എടുത്തു വയ്ക്കും. എന്നിട്ട് പിന്നെ ഭഗവാന്റെ കാരുണ്യം തിരിച്ചറിയില്ല. എന്നിട്ട് പറയുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടൊന്നല്ല, എൻ്റെ മിടുക്കൊണ്ടാന്ന് പറയും. അതാണ് ആ ഉപ്പുറുമ്പ് പറഞ്ഞ് അത് വായലത്ത് കളയാൻ പറഞ്ഞു. വെള്ളമൊക്കെ കൊടുത്ത് വായൊക്കെ കഴിയിച്ചു. എന്നിട്ട് കുറച്ച് പഞ്ചസാര വായിലിട്ട് കൊടുത്തു. അപ്പോഴാണ് അതിൻ്റെ ആ മഹത്വം മനസ്സിലായത്. അപ്പം പിന്നെ ഉപ്പുറുമ്പ് പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ടില്ല, ഞാൻ ഇവിടെയാണ് താമസിക്കണേന്ന് പറഞ്ഞു അത്രേ. അതുപോലെ ആ ലൗകികത്തിൻ്റെ സുഖത്തിൽ ഇതാണ് സുഖം ഇതാണ് സുഖം എന്നുള്ളത് ആ കയ്പിനെ കുടിച്ച് 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 മധുര അറിയണില്ല. ഇതുപോലെ ഏതെങ്കിലും സത്സംഗത്തിൽ വന്നിരിക്കുമ്പോഴും മനസ്സ് എല്ലാം ബുദ്ധിയും ചിന്തകളും മുഴുവനും അതിൻ്റെ ഉള്ളിൽ, അപ്പോഴും ഇതിൻ്റെ സുഖം അറിയണില്ല. അതുപോലെ ഒന്നും മനസ്സ് നാമജപം കൊണ്ട് മനസ്സൊക്കെ കഴുകി ശുദ്ധാക്കിയിട്ട് ബാക്കി ചിന്തകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ഭഗവാന്റെ കഥ കേട്ടു നോക്കൂ. അപ്പം നമുക്ക് മനസ്സിലാവും ആ ഭഗവാന്റെ കഥയുടെ മഹത്വം, നാമത്തിൻ്റെ മഹത്വം, ഭാഗവതത്തിൻ്റെ മഹത്വം, സത്സംഗത്തിൻ്റെ മഹത്വം. അപ്പോൾ നമുക്ക് കേട്ടാലും മതിയാവാത്ത അത്രയ്ക്ക് മഹത്വവും. അല്ലാണ്ട് വെറുതെ ഇപ്പോൾ എല്ലാ തവണയും ഇവിടെ എല്ലാ തിരുവോണോട്ടും ഉണ്ട്. എല്ലാ തിരുവോണോട്ടത്തിനും ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അവർ വന്നത് അപ്പുറത്തുനിന്ന് അന്നപ്രസാദം കഴിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഇവിടെ എന്താ നടക്കണേന്നൊന്നും നോക്കാൻ പോലും തോന്നണില്ല. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഗുണം എന്താണെന്ന് മനസ്സിലാവാണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവും. അതേ ഒരു ഭഗവാനല്ലേ ഈ ഭഗവാന്റെ അന്നപ്രസാദമല്ലേ കഴിക്കണേ. അപ്പം ആ ഭഗവാന്റെ കഥകളല്ലേ ഇവിടെ പറയണത്, ഭഗവാന്റെ നാമല്ലേ ഇവിടെ ജപിക്കണത്. അതൊന്ന് 5 മിനിറ്റ്, അധികം ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൂടി ഇരുന്ന് അത് കേട്ട് പിന്നെ പൊക്കോട്ടെ. അതിന് പോലും നമുക്ക് തോന്നണില്ല എന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ ഇത്ര കാരുണ്യം ചെയ്തിട്ടും പിന്നെ നമ്മളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പറയും ഓരോരുത്തർക്കൊക്കെ ഓരോ ഉപകാരം ചെയ്തിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടോ ഒരു നന്ദിയില്ല, ഞാൻ എത്ര ഉപകാരം ചെയ്തതാ എന്നിട്ട് എനിക്ക് ഒരു നന്ദിയില്ലാത്ത ആൾക്കാർ എന്ന് പറയും നമ്മൾ. അപ്പം ഈ ഭഗവാൻ എത്ര പറയണം നമുക്ക് നന്ദിയില്ല എന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പറഞ്ഞാൽ ഞാൻ പറയണ ആളും കേൾക്കാൻ ഇവിടെ മുല്ലോർലി തേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരുടെ മനസ്സൊക്കെ ഊണ് കഴിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തൽക്കാലം ഇവിടെ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും ഉറക്കെ ഗോവിന്ദ എന്ന് പറയൂ. ആ ഗോവിന്ദ എന്ന് പറയാൻ അറിയാത്ത ആരും ഇവിടെ ഉണ്ടെന്ന് തോന്നില്ല, കൊച്ചു കുഞ്ഞുങ്ങളടക്കം. കാരണം ഒരു ഗോവിന്ദ നാമം അത്രയും നമ്മുടെ ഉള്ളിലുള്ള ദുഃഖത്തെ തീർക്കുന്ന പറയാം. സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലി തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീരാധേശ്യാം. രാധേശ്യാം. നിങ്ങളുടെ ഒരാളുടെ മനസ്സിത്തിരി ഇങ്ങനെ ഡിസ്റ്റർബായ അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ പറയുക, അത് നമ്മളോട് പറയും. അപ്പം നമുക്കും ഒരു ഡിസ്റ്റർബൻസ് വരും. പറയാൻ വേണ്ടതുപോലെ പറ്റില്ല. മറ്റുള്ള ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ പറ്റില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് തോന്നുന്നത്. അതാണ് ഇടയ്ക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആ ഡിസ്റ്റർബൻസ് എൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് ഞാൻ ചോദിക്കണേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരെ എണീറ്റ് പൊക്കോളൂ കേട്ടോ എന്ന് പറയണത് അതുകൊണ്ടാണ്. കാരണം ഓരോരുത്തരുടെയും സൗകര്യമല്ലേ, അതുകൊണ്ടാണ് പറയണത്. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ.
പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മിസ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം. ബിഭ്രദ്വാസക്കനകകപിശം വൈജയന്തിഞ്ചമാലാം. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം. കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ആരോടുമുള്ളിൽ പകയേശിടാതെ. എല്ലാവരും ഏറ്റു പറയണേ. കുട്ടികളൊക്കെ ഇവിടെ വന്നിരിക്കൂ. എല്ലാവരും ഇവിടെ ഇരിക്കൂ. ഇവിടെ പറഞ്ഞാൽ കേൾക്കണം. കുട്ടികൾ വന്നിരിക്കൂ. പറഞ്ഞാൽ കേൾക്കണം. നല്ല കുട്ടികളല്ലേ. ഇവിടെ വന്നിരിക്കൂ. എല്ലാവരും വന്നിരിക്കൂ. അപ്പോൾ കുട്ടികളും ഇരിക്കൂ. നിങ്ങളിവിടെ ഇരുന്നോളൂ. ആരോടുമുള്ളിൽ പകയേശിടാതെ. നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ. അതിൽ പെട്ടു അലഞ്ഞിടാതെ. തീരേണമേ കൃഷ്ണമദീയ ജന്മം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാധേശ്യാം.